ചിത്രങ്ങളിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന, ഓടക്കുഴലൂതി നൃത്തം ചെയ്യുന്ന എന്നെയാണല്ലോ നീ കണ്ടിട്ടുള്ളത്. എന്നാൽ ഭൂമിയിലെ എൻ്റെ ജീവിതം ഒരിക്കലും സുഖമുള്ളതായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഭഗവാന് ദുഃഖമോ എന്ന് നീ ചോദിക്കും. അതേ സഖ, തീരാവേദനകളുടെയും നഷ്ടങ്ങളുടെയും ഒരുപാട് കഥകൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഭയവും നിരാശയും നിറഞ്ഞ ഒരു കാരാഗൃഹത്തിലെ ഇരുട്ടിലാണ് ഞാൻ ജനിച്ചു വീണത്. ആ മാറിലെ ചൂടറിയുന്നതിന് മുൻപേ എന്നെ എൻ്റെ പെറ്റമ്മയിൽ നിന്ന് അകറ്റി. അർദ്ധരാത്രിയിലെ പെരുമഴയത്ത് അച്ഛൻ എൻ്റെ ജീവൻ രക്ഷിക്കാനായി യമുനാ നദി കടന്ന് ഗോകുലത്തിലെത്തിച്ചു. കളിച്ചുല്ലസിച്ച് നടക്കേണ്ട പ്രായത്തിൽ എന്നെ കൊന്നൊടുക്കാൻ ശത്രുക്കൾ നിഴൽ പോലെ പിന്തുടർന്നു. സ്വന്തം ജീവൻ നിലനിർത്താൻ മാത്രമല്ല, എന്നെ സർവസ്വവുമായി കണ്ട് വിശ്വസിച്ച ആ നിഷ്കളങ്കരായ മനുഷ്യരെ കാത്തുരക്ഷിക്കാൻ എനിക്ക് നിരന്തരം പോരാടേണ്ടി വന്നു. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു ഭാരം എൻ്റെ ആ കുഞ്ഞു ചുമലുകളിൽ വന്നു പതിച്ചു. വൃന്ദാവനത്തിലെ വശ്യമായ പച്ചപ്പും കളിത്തോഴരെയും ഓർമ്മയാക്കി മധുരയിലെ ക്രൂരതകൾക്ക് അറുതി വരുത്താൻ ആ ബാല്യത്തിൽ തന്നെ എനിക്ക് യാത്രയാകേണ്ടി വന്നു. യശോദയമ്മയുടെയും നന്ദഗോപരുടെയും സ്നേഹവലയത്തിൽ നിന്നും ഞാൻ ആ രഥമേറി പടിയിറങ്ങിയ ആ ദിവസം എൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ പകുതി ആ മണ്ണിൽ തന്നെ അവശേഷിച്ചിരുന്നു. എൻ്റെ ചിരി മാത്രം കണ്ട് ജീവിച്ച ആ മാതാപിതാക്കളെ വേദനയുടെ കണ്ണീരിലാഴ്ത്തിയാണ് എനിക്ക് നടന്നു നീങ്ങേണ്ടി വന്നത്. എൻ്റെ നാമം മാത്രം മന്ത്രമാക്കിയ ഗോപന്മാരെയും ഗോപികമാരെയും, എൻ്റെ ആത്മാവിൻ്റെ കണ്ണാടിയായ രാധയെയും പിരിഞ്ഞ ആ നിമിഷം, ആ വേർപാടിൻ്റെ കഠിനമായ വേദന മുഴുവൻ ഉള്ളിലൊതുക്കി ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് ഞാനതിനെ മറച്ചു പിടിച്ചു. കാരണം ലോകത്തിൻ്റെ നന്മയ്ക്കായി എനിക്കെൻ്റെ നിയോഗങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ നീണ്ട എൻ്റെ പ്രയത്നത്താൽ പ്രജകൾക്കായി ദ്വാരകാപുരി എന്ന സ്വർഗതുല്യമായ സാമ്രാജ്യം ഞാൻ തീർത്തു. അവർക്ക് അടിയുറച്ച അഭയവും സുരക്ഷയും അന്നവും നൽകി. എങ്കിലും എൻ്റെ ഹൃദയം പിളർത്തിയത് ശത്രുക്കളുടെ മൂർച്ചയുള്ള ആയുധങ്ങളായിരുന്നു.